നമസ്കാരം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ മേഖലയിൽ യുദ്ധം രൂക്ഷമാവുകയാണ്. ഈ സംഭവം അത് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘാതമായാണ് കണക്കാക്കപ്പെടുന്നത്. ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇറാന്റെ ആത്മീയ കേന്ദ്രമായ ഖോമിലെ ജംകാരൻ മോസ്കിന് മുകളിലായിട്ട് ചുവന്ന കൊടി ഉയർന്നു. ഷിയ വിശ്വാസപ്രകാരം നീതിക്കും അതോടൊപ്പം തന്നെ പ്രതികാരത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ചുവന്ന പതാകയെ കാണുന്നത്. മുൻപ് സൈനിക തലവൻ ഖാസിം സുലൈമാനി വധിക്കപ്പെട്ടപ്പോഴും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോഴും സമാനമായ രീതിയിൽ ഇറാൻ പ്രതികാരത്തിന്റെ സൂചന നൽകിയിരുന്നു. ഇത് കേവലം ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ മുന്നറിയിപ്പാണെന്നും നിരീക്ഷകർ കരുതുന്നു. യുദ്ധഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കുവൈറ്റിൽ അമേരിക്കയുടെ അത്യാധുനിക F-15 യുദ്ധവിമാനം തകർന്നു വീണത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വസ്തുതകൾ ഇപ്പോഴും അവ്യക്തമാണ്. അമേരിക്കൻ പ്രതിരോധ സംവിധാനമായിട്ടുള്ള പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം അതിൽ നിന്നുള്ള അബദ്ധത്തിലുള്ള വെടിയേറ്റതാണോ വിമാനം തകരാൻ കാരണമെന്ന സംശയവും ഉയരുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളെയും ശത്രുവിമാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള പാട്രിയറ്റ് സംവിധാനം ചിലപ്പോൾ റഡാർ ആശയക്കുഴപ്പം മൂലം സ്വന്തം വിമാനങ്ങളെ തന്നെ ശത്രുപക്ഷത്തായി തെറ്റായി കണക്കാക്കാറുണ്ട്. എന്തായാലും അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അമേരിക്കയ്ക്ക് ആശ്വാസകരമാണ്. സമുദ്രമേഖലയിലും ഇറാൻ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടാണ് വിവരം. 4 ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പലിന് നേരെ വിക്ഷേപിച്ചതായിട്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായിട്ടുള്ള എബ്രഹാം ലിങ്കണിന് ചുറ്റും ശക്തമായ സുരക്ഷാ വലയമുണ്ട്. എന്നിരുന്നാലും 100 കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിച്ചാൽ അവയെ മുഴുവൻ തടയാനായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന സൈനിക വിദഗ്ധരുടെ നിഗമനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ആക്രമണം അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിനേറ്റ വലിയൊരു വെല്ലുവിളിയാണ്. അലി ഖമേനിയുടെ വധത്തോടെ ഇറാൻ തകരുമെന്നത് അമേരിക്കയുടെ വെറും വ്യാമോഹം മാത്രമാണെന്നാണ് ഇറാന്റെ വാദം. ഒരു ചെസ് കളി പോലെ രാജാവ് വെട്ടപ്പെട്ടാൽ കളി അവസാനിക്കുന്നത് പോലെ ഇറാന്റെ ഭരണം അവസാനിക്കില്ല. കാരണം വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണകൂടമല്ല ഇറാനിലുള്ളത്, മറിച്ച് ലെയറുകളായുള്ള ശക്തമായ ഒരു ഭരണ സംവിധാനമാണ്. ഖമേനിക്ക് ശേഷം ആര് വരണമെന്നതിന് വ്യക്തമായ പിന്തുടർച്ചാ പദ്ധതി അത് ഇറാനിലുണ്ട്. 88 അംഗ വിദഗ്ധ സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ അവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നേതാവിൻ്റെ അഭാവം രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കില്ലെന്ന് വ്യക്തമാണ്. അമേരിക്കയുമായി നിലവിൽ യാതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി അറിയിച്ചിട്ടുണ്ട്. ഖമേനിയുടെ മരണശേഷം ഇറാൻ ആണവ ചർച്ചകൾക്ക് വഴങ്ങിയെന്ന തരത്തിലുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാർത്തകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും രാജ്യം ഒന്നടങ്കം പ്രതികാരത്തിനായിട്ട് സജ്ജമായിരിക്കുകയാണെന്നുമാണ് ഇറാൻ്റെ ഔദ്യോഗിക നിലപാട്. ഈ ഒരു കർക്കശമായിട്ടുള്ള നിലപാട് അത് മേഖലയിൽ കൂടുതൽ സങ്കീർണതകൾ ഇപ്പോൾ സൃഷ്ടിക്കുകയാണ്. ഏത് നിമിഷവും കൂടുതൽ വലിയൊരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ വഴുതി വീഴാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. സൈനിക ശക്തികളുടെ കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ബഹുദൂരം മുന്നിലാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അതനുസരിച്ച് ലോകത്തെ 1-ാം നമ്പർ സൈനിക ശക്തിയായ അമേരിക്കയും 15-ാം സ്ഥാനത്തുള്ള ഇസ്രായേലും ഒത്തുചേർന്ന് 16-ാം സ്ഥാനത്തുള്ള ഇറാനെ നേരിടുമ്പോൾ സാങ്കേതികപരമായിട്ടുള്ള മുൻതൂക്കം അവർക്ക് ലഭിക്കുന്നുണ്ട്. ആകാശ യുദ്ധങ്ങളിൽ അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഇൻ്റലിജൻസും പ്രയോജനപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ അതീവ നിപുണരാണ്. എന്നാൽ ഇറാന്റെ പക്കലുള്ള വലിയ മിസൈൽ ശേഖരവും ഡ്രോൺ സാങ്കേതികവിദ്യയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളതാണ്. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ട വിവരം പെൻറ്റഗൺ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 9ഓളം പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് രാഷ്ട്രീയമായി വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് സംഭവിച്ചതുപോലെ പൊതുജന അഭിപ്രായം സർക്കാരിന് എതിരാകാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ മെഷീനുകളും അത്യാധുനിക ടെക്നോളജിയും ഉപയോഗിച്ച് മനുഷ്യജീവഹാനി കുറച്ചുകൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ് അമേരിക്ക സാധാരണയായിട്ട് സ്വീകരിക്കാറുള്ളത്. മേഖലയിലെ അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രതയോടെയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്നും ഇതുവരെ ഇറാന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ജോർദാൻ മാത്രമാണ് അമേരിക്കയ്ക്കായിട്ട് തങ്ങളുടെ താവളങ്ങൾ വിട്ടു നൽകിയിരിക്കുന്നത്. മറ്റെല്ലാ ആക്രമണങ്ങളും ഇസ്രായേലിൽ നിന്നോ സമുദ്രത്തിലെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നോ ആണ് നടക്കുന്നത്. അയൽ രാജ്യങ്ങളെ പിണക്കാതെ അമേരിക്കൻ താവളങ്ങളെ മാത്രം ലക്ഷ്യം വെക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിലും സംഘർഷം വ്യാപിച്ചാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെ അത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കയുടെ മറ്റ് വിമാനവാഹിനി കപ്പലുകൾക്കും നേരെ ഇപ്പോൾ ഇറാൻ ഭീഷണി ഉയർത്തുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിലുള്ള USS ജെറാൾഡ് ഫോർഡ്
എന്ന കപ്പലിന് നേരെയും സൈപ്രസ് മേഖലയിലേക്കും മിസൈൽ അയക്കാനുള്ള ഇറാൻ്റെ നീക്കം അമേരിക്ക വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെ പരമാധികാര പ്രദേശത്തിൻ്റെ വിപുലീകരണമായാണ് ഈ വിമാനവാഹിനി കപ്പലുകളെ ലോകം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കപ്പലുകൾക്ക് നേരെയുള്ള നേരിയ ആക്രമണം പോലും അമേരിക്ക നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് കരുതുന്നത്. അടുത്ത ഘട്ടത്തിൽ അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു വ്യോമാക്രമണം ഇറാനിൽ അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ടെന്നും പ്രതിരോധ നിരീക്ഷകർ പോലും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ വിക്ഷേപണ തറകളും ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം മേഖലയിലെ സാഹചര്യം പൂർണ്ണമായിട്ടും മാറ്റിവരച്ചേക്കാം. രാജ്യം നാഥനില്ലാ കളരിയായിട്ട് മാറുമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകളെ ഇറാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറും.